ഉം. എല്ലാ വാന സുഹൃത്തുക്കൾക്കും ടൂർ സ്റ്റാർട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നുള്ളത് എസ്കേപ്പ് നേച്ചർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. ഈ റിസോർട്ടിന് പേരിട്ടേക്കണത് പോലെ തന്നെയാണ്. നമ്മളുടെ നാട്ടിൽ ഇപ്പൊ നല്ല ചൂടാണല്ലോ, ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയെന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. നല്ല തണുത്ത് വിറക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ നല്ല ചൂടുള്ള സമയത്തും ഇവിടെ എന്തായാലും നല്ല തണുപ്പുണ്ട്. നമ്മളുടെ ഈ സ്പോട്ട് വരുന്നത് കാന്തല്ലൂരാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഒന്ന് കാണാം. അതിനുശേഷം റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഇതിന്റെ റെന്റ്, സൗകര്യങ്ങൾ, ഫുഡ്, ഇതിന്റെ അടുത്തുള്ള നല്ല സ്പോട്ടുകൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വിശദമായി തന്നെ പറയാം. ഈ ട്രിപ്പിൽ കൂടെ ഉള്ളത് എന്റെ ചങ്കുകളായ കസിൻസ് ആണ്. രാവിലെ 6 മണിക്ക് എറണാകുളത്ത് നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ഞങ്ങളിവിടെ ചുമ്മാ റെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആള് വണ്ടി കയറാൻ മറന്നുപോയി. സ്ലോ മോട്ടോളൂ ഓടിക്കേറ് മനുഷ്യനെ പോയി. നിങ്ങൾക്ക് എപ്പോ ടൂർ പ്ലാൻ ചെയ്യുമ്പോഴും ആദ്യം തന്നെ പറയാറ്, ഇപ്രാവശ്യം നമുക്ക് മൂന്നാർ വേണ്ട, വേറെ ഏതെങ്കിലും വെറൈറ്റി ഒരു സ്ഥലം പിടിക്കാന്നായിരിക്കും ആദ്യം പറയണത്. പിന്നെ ക്ലൈമറ്റും സൗകര്യങ്ങളും യാത്രയുടെ ദൂരക്കുറവും ഒക്കെ നോക്കി വരുമ്പോ അവസാനം മൂന്നാർ തന്നെ എത്തിപ്പെടാറാണ് പതിവ്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും മൂന്നാറിന്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഞങ്ങൾ എത്തി എന്നുള്ളതാണ് സത്യം. എത്ര കണ്ടാലും മതി വരാത്ത അത്രയും സൗന്ദര്യം മൂന്നാറിനുണ്ടെന്നുള്ള കാര്യം മറ്റൊരു സത്യം. പിന്നെ മൂന്നാറും അതിന്റെ പരിസര പ്രദേശങ്ങളും ഇങ്ങനെ പരന്ന് കിടക്കണേണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട് മൂന്നാറിൽ തന്നെ. മൂന്നാർ ടൗണിൽ നിന്ന് മറയൂർ വഴി ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ ഇന്ന് പോകുന്ന കാന്തല്ലൂർ. മറയൂര് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് എത്രയും തൊട്ട് മുമ്പുള്ള സ്പോട്ടാണിത്. ഇവിടെ നമുക്ക് നല്ല ചായ കിട്ടും, ചായപ്പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. നല്ല ടോയ്ലറ്റ് സൗകര്യം ഇവിടെ കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചന്ദനക്കാട്ടിലൂടെയാണ് യാത്ര. ചന്ദനത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ മറയൂർ. നമ്മളുടെ ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. ചൂട് കൊണ്ട് മനുഷ്യന് വട്ട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നല്ല തണുത്ത ഒരു സ്ഥലം അന്വേഷിച്ചാണ് ഞങ്ങൾ കാന്തല്ലൂർ എത്തിയത്. ഇതാണ് മറയൂർ ടൗൺ. ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടും. ടൗണിൽ തന്നെയുള്ള ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഐഡിയയിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ആകെ കൂടെ ഒരു 3-4 ഹോട്ടലേ ഉള്ളു. ഇത് കഴിഞ്ഞാലും പിന്നെ ഫുഡ് കിട്ടണ കാര്യം ഇത്തിരി കഷ്ടമായിരിക്കും. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഭയങ്കര തിരക്കായിരുന്നു. ഫുഡൊക്കെ ഒരുമാതിരി തീർന്നും തുടങ്ങി ഹോട്ടലുകളിൽ. തിരക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു 3 കിലോമീറ്റർ മുമ്പ് ഒരു ചെറിയ ഹോട്ടൽ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ തിരിച്ചു പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നാടൻ രീതിയിലാണ് ഭക്ഷണം. വാഴയിലയിലൊക്കെയാണ് ചോറ് വിളമ്പണ. നമ്മളുടെ നാടൻ ചോറും ബീഫും മീൻകറിയും പിന്നെ നമ്മളുടെ സാധാരണ പച്ചക്കറികളും ഒക്കെ ഇവിടെ ലഭിക്കും. അത്യാവശ്യം നീറ്റുമാണ്. വിളമ്പാനൊക്കെ കുറച്ച് ജോലിക്കാരൊക്കെ കുറവാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിളമ്പലൊക്കെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഏറ്റെടുത്തു. ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ റോഡിന്റെ. അതായത് മൂന്നാറിന്ന് മറയൂർക്ക് വരുമ്പോ മറയൂർ ടൗൺ എത്തണതിന് മുമ്പ് ഇതാണ് നമ്മൾ കഴിച്ച ഹോട്ടല്. ഇവിടുത്തെ ഇത് നാടനാണ്, നല്ലതാണ്. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് ഫുഡ് കോർട്ട് എന്നും പറഞ്ഞ്. അത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ കഴിച്ചത് ഇപ്പുറത്തുനിന്ന് ആയതുകൊണ്ട് ഇതിന്റെ വിശേഷങ്ങൾ അറിയില്ല. ഇത് മറയൂർ ടൗൺ കഴിഞ്ഞ് കാന്തല്ലൂർക്കുള്ള വഴിയിലാണ്. ഇവിടെ ഇങ്ങനത്തെ നല്ല കിഡിലൻ ഹെയർ പിൻ വളവുകൾ കുറെ ഉണ്ട്. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ വരെയുള്ള 40 കിലോമീറ്റർ നല്ല സുന്ദരമായ തേയിലത്തോട്ടങ്ങളും ഹെയർ പിൻ വളവുകളും ഒക്കെ കൊണ്ട് നല്ല സുന്ദരമായ റോഡ് തന്നെയാണ്. ഇവിടെ ഇപ്പം മഴ പെയ്തിട്ട് കുറച്ച് നാളായി. എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസമായിട്ട് ഒട്ടും മഴ കിട്ടിയിട്ടില്ലെന്നാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് മൊത്തം ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കണേണ്. വെയിലിന് നല്ല ചൂടുണ്ട്. എന്നാലും നമ്മളുടെ എറണാകുളത്തിന്റെ അത്രയും ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്യണില്ല. കാറ്റ് നല്ല തണുത്ത കാറ്റാണ്. തണലത്തോട്ടൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഒട്ടും ചൂട് ഫീൽ ചെയ്യൂല. ആ കാണുന്ന ഹോട്ടലിന് ചായക്കടയാണ്. അതിന് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഒക്കെ ഉണ്ട്. ഇനി മെയിൻ റോഡിൽ നിന്ന് ഈ ചെറിയ വഴിയിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ റിസോർട്ട്. ഒരു ട്രാവലർ കത്തിച്ച് കയറി വരുന്ന ഇത്തനെ കയറ്റമുള്ള റോഡാണിത്. റോഡ് കുറച്ച് മോശവുമാണ്, പൊളിഞ്ഞൊക്കെ കിടക്കണേണ്. എന്നാലും കുറച്ച് ദൂരം ഉള്ളു മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് എത്തും. ഇവിടെയാണ് ഇതിന്റെ ഗേറ്റ്. ഇവിടെ നിന്ന് അകത്തേക്ക് വന്നാൽ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഒരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്.
ഇതാണ് ഇതിന്റെ ഇവിടുന്നാണ് ഇതിന്റെ എൻട്രൻസ്. പിന്നെ ഇതിന്റെ ബാക്കില് രണ്ട് ഗുഹയിൽ താമസിക്കാൻ പറ്റിയ 2 റൂമുകളുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഗുഹ തന്നെയാണ് സംഭവം. അവരത് കുറച്ച് മതിലൊക്കെ കെട്ടി ഒന്ന് സെറ്റപ്പ് ചെയ്ത് ബെഡൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കണ ഒരു സാധനമുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഈ പാറയുടെ അടിയിലാണ് ഗുഹ. ഇതിന്റെ മേളിൽ ഒരു ചെറിയ ഉറവയുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കുളത്തിലുള്ളത്. ഈ ഗുഹയുടെ ഉള്ളിലാണ് ഇന്നത്തെ നമ്മുടെ താമസം കേട്ടോ. ഇതാണ് ഗുഹയുടെ അകം. ഇതിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ചെറിയ വാട്ടർഫാൾ പോലെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ തോതിൽ നാച്ചുറൽ ആയിട്ട് തന്നെ വെള്ളവും വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന്റെ മേളിൽ ഒരു ഉറവയുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കല്ലിലൊക്കെ ഇങ്ങനെ വെള്ളം കനിച്ചു വരും. അപ്പൊ ആ വെള്ളം ബെഡിൽ വീഴാതിരിക്കാനാണ് PVC വെച്ചിട്ട് ഒരു സീലിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണത്. ബെഡ് നല്ല വിശാലമായ ബെഡാണ്. ഞങ്ങൾക്ക് 6 പേർക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു 2 പേരെയും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ഈ ബെഡിൽ കിടത്താൻ പറ്റും. ഇതാണ് നമ്മളുടെ 2ാമത്തെ മുറി. ഇതിന് ഗുഹയുടെ ഉള്ളിലാണെന്നുള്ള ഫീലിംഗ് കുറച്ചും കൂടി ഉണ്ട്. ബെഡ് മുമ്പ് കണ്ടതിലും കുറച്ച് ചെറുതാണ്, എങ്കിലും നല്ല വിശാലമായ ബെഡ് തന്നെയാണ്. പിന്നെ ഈ റൂമിൽ വെള്ളം കനിച്ചു വന്ന പോലത്തെ പ്രശ്നമൊന്നും റൂഫിലില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറലായ രീതിയിൽ തന്നെ സീലിംഗ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഇട്ടേക്കണേണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ആ ഗുഹക്കകത്താണെന്നുള്ള ഒരു ഫീല് തരുന്ന റൂം ഇതാണ്. പിന്നെ ഇതിന്റെ ബാത്റൂം പോലും ഗുഹക്കുള്ളിലാണെന്നുള്ള ഒരു ഫീല് തരുന്ന അവസ്ഥയിലുള്ള ബാത്റൂമാണ്. അതൊരു ഭയങ്കര വെറൈറ്റി ആയി. ആ താഴെയുള്ള 2 റൂമുകൾ കൂടാതെ ഇവിടെ മേളിലുണ്ട് 2 റൂം. അതും കൂടി നമുക്കൊന്ന് കാണാം. അന്യായ സെറ്റായിപ്പോ കേട്ടോ. കുറച്ച് കുറക്കാൻ പറ്റുമോ ആംബിയൻസ്? ഇവിടുത്തെ റൂമുകൾ ഷീറ്റ് ഇട്ടതാണ് സത്യത്തിൽ. പിന്നെ ഒരു ലുക്കിന് വേണ്ടി അതിന്റെ മേളിൽ പുല്ലൊക്കെ ഇങ്ങനെ വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സിംഗം. ഇതാണ് ഇവിടത്തെ റൂം. നീറ്റാണ്, വിശാലമായ ബെഡുമാണ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു റൂം. ഇത് ഫുള്ളായിട്ട് വുഡിന്റെ പാനലിങ് ചെയ്തേക്കുന്ന റൂമാണ് കേട്ടോ. ഈ 4 റൂമും ഉണ്ടല്ലോ, 4 സൈസും 4 ലുക്കും 4 ഫെസിലിറ്റിയുള്ള റൂമാണ്. ഒരേപോലത്തെ റൂം ഒന്നുമില്ല ഇവിടെ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. ഇനി ഇവിടെ മറ്റൊരു റൂം കൂടിയുണ്ട്. ഇത് ഒരു ട്രീ ഹൗസ് പോലത്തെ സെറ്റപ്പാണ്. ഏറ്റവും നല്ല വ്യൂ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. 4 പേരൊക്കെ ഉള്ളെങ്കിൽ നല്ല പ്രൈവസിയും വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്താണ് ബാത്റൂം? മറ്റേ PVC കൊണ്ടുള്ള പാനൽ. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ചെല്ലൽ ഇത്തിരി പണിയാണെന്നാണ് പറഞ്ഞത്. കാട് പിടിച്ച് കിടക്കണേ. അങ്ങോട്ട് എത്തിപ്പെടലും ആ വെള്ളച്ചാട്ടം ആസ്വദിക്കലും ഇത്തിരി പണിയാണ്. പക്ഷെ അതിന്റെ ആ സൗണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. നല്ല ആംബിയൻസ് സ്ഥലമാണ്. ഇതിന് താഴെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ഏത് റൂം ചൂസ് ചെയ്താലും 3500 രൂപയാണ് ആ ഒരു റൂമിന് പറയണത്. നമ്മൾ വേറെ എവിടെയെങ്കിലും ആണ് റൂം എടുക്കുന്നതെങ്കിൽ അവർ 2 പേർക്കുള്ള
റേറ്റ് ആയിരിക്കും പറയണത്. ബാക്കി എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ റേറ്റ്, അങ്ങനെ കുറെ കടമ്പകളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ 19 പേർക്ക് കൂടി 4 റൂമാണ് എടുത്തത്. ഒട്ടും കൺജസ്റ്റഡ് ആയിരുന്നില്ല. നല്ല ലാവിഷ് ആയിട്ട് സ്പേസ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. എല്ലാ ഫുഡും നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. എന്ത് ഫുഡ് പറഞ്ഞാലും അവർ പ്രിപ്പയർ ചെയ്ത് വരും. നേരത്തെ തന്നെ പറയണോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുന്ന് സാധനങ്ങൾ എന്തെങ്കിലും പോയി മേടിക്കല് അപ്പൊ പോയി മേടിക്കല് അത്ര പ്രാക്ടിക്കൽ അല്ല. ഇവിടുത്തെ ആംബിയൻസും സെറ്റപ്പ് ഒക്കെ വെച്ച് നോക്കിയാൽ ഈ റേറ്റ് കുറച്ച് ചീപ്പസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. സന്ധ്യ ആയപ്പോ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ അവര് തന്നെ സെറ്റാക്കി തന്നു. ഞങ്ങള് പലതരം കളികളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് രാത്രി അങ്ങ് ആഘോഷമാക്കി മാറ്റുന്നത്. മോഹൻലാലിന്റെ കുഞ്ഞായിട്ട് ചെറുപ്പത്തിലെ വാളുണ്ട്. ഫസ്റ്റത്തെ അക്ഷരം പറ. അക്ഷരം പറയാനല്ല, കാണിക്കും. ടാലന്റിനോട് മാത്രമല്ല ഇവിടെ. ഓക്കെ എടാ, നടുക്കത്തെ കാര്യഞ്ഞിരിക്കണേടാ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നല്ല അടിപൊളി ലുക്കുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ചപ്പാത്തിയും ചോറും പിന്നെ ബീഫ് കറിയും എല്ലാം സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ഫുഡാണ്. തണുപ്പിൻ്റെ കാഠിന്യം രാത്രിയാകും തോറും നല്ലോണം കൂടിക്കൂടി വരുന്നുണ്ട്. ആരും ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആരും ജാക്കറ്റ് പോലെയുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടുമില്ല. ഫുഡ് കഴിഞ്ഞിട്ട് അധികം വൈകാതെ തന്നെ എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങി. പകലും ഇവിടെ നമ്മളുടെ അവിടുത്തെ അത്ര ചൂടില്ല. ഉയർന്ന താപനില ഇവിടെ 24 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. 16 ഡിഗ്രി വരെ ഇവിടെ താഴെ പോവുകയും ചെയ്യും. കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രിയാകെ 16 ഇവിടുത്തെ താപനില. ഈ ടൈമിൽ ഈ ഒരു സ്പോട്ടിനെ സ്റ്റാർ ആക്കുന്നതും ഈ ഒരു ക്ലൈമറ്റ് ആണ്. ഇവിടുത്തെ ഏറ്റവും ചൂടുള്ള സമയം ഇതാണെന്നാണ് പറയണത്. അപ്പൊ തണുപ്പുള്ള സമയത്ത് ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും തണുത്ത് വിറക്കും. ഈ പ്രോപ്പർട്ടി മൊത്തം ഒരു 10 ഏക്കർ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഈ കളർ തന്നെ കുറെ ഫ്രൂട്ട്സും ചെടികളും പൂക്കളും എല്ലാം ഉണ്ട്. ഇതാണ് ടോം ചേട്ടൻ. പുള്ളിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. കോണ്ടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. പുള്ളി ഈ പ്രോപ്പർട്ടിയിലുള്ള എല്ലാ സാധനത്തിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ചുറ്റിനും ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആനകൾ വരുന്നത് കുറവാണെങ്കിലും മുമ്പ് ആനകളുടെ മെയിൻ ഒരു ഏരിയ ആയിരുന്നു എന്നാണ് പറയണത്. വളരെ ഫേമസ് ആയിട്ടുള്ള കാട്ടാനായിട്ടല്ല, പടയപ്പ എന്ന് പറയുന്ന ആന. ആ ആനയുടെ മെയിൻ ഒരു വിഹാര കേന്ദ്രമായിരുന്നു ഈ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നു. നല്ല സൂപ്പർ അപ്പമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. ഭ്രമരം സിനിമയിലെ ലൊക്കേഷൻ ആയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭ്രമരം വ്യൂ പോയിന്റ് എന്നാണ് ഈ വ്യൂ പോയിന്റ് അറിയപ്പെടുന്നത്. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. വണ്ടി ഇട്ടിട്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജീപ്പിൽ പോകേണ്ടി വരും. പുറത്തു നിന്നുള്ള വണ്ടി ഇവർ അലൗ ചെയ്യാറില്ല. ഇവിടെ പ്രവേശനത്തിന് ഒരു 20 രൂപ ഈടാക്കുന്നുണ്ട്. ആദിവാസികൾക്ക് വേണ്ടിയാണെന്നാണ് പറയണത്. ഇവിടെ 2 ട്രീ ഹൗസ് ഒക്കെ ഉണ്ട്. ഇതാണ് വ്യൂ പോയിന്റ്. വെയിലുണ്ട്, പക്ഷെ വലിയ പൊള്ളലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല കാറ്റുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ മഴ പെയ്തിട്ട് കുറെ കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വെള്ളമൊക്കെ ഭയങ്കര കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടൊരു
ഫീൽ അവിടെ കിട്ടൂല എന്ന് തോന്നിയത് കാരണം ഞങ്ങളുടെ മടക്കയാത്ര ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങി. ഉച്ചക്കത്തെ ഊണ് ഇന്നലത്തെ പോലെ സെയിം ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരുന്നു. 3 മണി കഴിഞ്ഞിരുന്നെങ്കിൽ ഹോട്ടലിൽ ഇപ്പോൾ ഇവർക്ക് ഞങ്ങളെ നല്ല പരിചയമായതുകൊണ്ട് ഹോട്ടൽ പോലെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് വിളമ്പി കഴിക്കുകയായിരുന്നു. ഹോംലി ഫുഡ് അതുപോലെ ഒന്നും കൂടി എപ്പോഴെങ്കിലും തണുപ്പ് ആസ്വദിക്കണമെന്ന് തോന്നിയാൽ ധൈര്യമായിട്ട് ഈ എസ്കേപ്പ് നേച്ചറിലേക്ക് വിട്ടോട്ടാ. കാരണം ഈ സമയത്താണ് അവിടെ ഏറ്റവും കൂടുതൽ ചൂടെന്നാണ് ടോം ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ തണുപ്പുള്ള സമയത്ത് അവിടെ കിടുക്കൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ എറണാകുളത്ത് നിന്ന് പോണവർക്ക് ഇത് തന്നെ നല്ല തണുപ്പുള്ള ഒരു ഫീലാണ് ആ ഒരു സ്പോട്ട് തന്നത്. അപ്പൊ തണുപ്പുള്ള സമയത്ത് നമ്മളെ അവിടെ തണുപ്പിച്ച് മരവിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുവരെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.